ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിപ്പോൾ ആഴ്ചയിൽ 5-6 ദിവസം നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് എന്താണ് ടിഫിനിൽ കൊടുത്തയക്കുക കുട്ടികൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിൽ എന്താ ഉണ്ടാക്കി കൊണ്ടുപോവുക. ഓഫീസിലോട്ടായാലും ഏത് വർക്കിന് പോകുമ്പോൾ ടിഫിൻ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നവരാണെങ്കിൽ അത് നല്ല കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. പക്ഷേങ്കിൽ ഇന്ന് നല്ല സിമ്പിളായിട്ടും എന്നാൽ നല്ല വെറൈറ്റിയും നല്ല ടേസ്റ്റുമുള്ള ഒരു 3 റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കട്ടെ. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റംസാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെസിപ്പി സോയ ചങ്ക്സ് പുലാവാണ്. ഈ ഒരു പുലാവ് ഒരു 2 ആൾക്ക്, വലിയ ആൾക്കാണെങ്കിൽ 2 ടിഫിൻ ബോക്സിൽ, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 3-4 ആൾക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. 3/4 കപ്പ് സോയ ചങ്ക്സ് എടുത്തതിന്, അത് കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് വരെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വീർത്ത് വരും. ആ സമയത്ത് ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കണേ. സോയ ചങ്ക്സ് ഇതുവരെ കുക്ക് ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ക്ലീനിങ്ങും കൂടി ഞാൻ പറഞ്ഞു തന്നെ. ആദ്യം ഒരു പ്രാവശ്യം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടി പിഴിഞ്ഞെടുക്കണം. ഓക്കെ, അങ്ങനെയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യുക. ഇത് വലിയ സോയ ചങ്ക ആണെങ്കിൽ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ആക്കുക കേട്ടോ. ഇങ്ങനെ സോക്ക് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്കൊരു മാരിനേഷൻ കൊടുക്കുക. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് നിറച്ച് മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ വേണ്ട കട്ടത്തൈരാണ് ഒരു വലിയ ടേബിൾ സ്പൂണിൽ വലിയൊരു സ്കൂപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. ഈ സോയ ചങ്ക്സിൽ ഉപ്പും മുളകും എല്ലാം നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ സെപ്പറേറ്റ് പൊരിക്കുന്നൊന്നുമില്ല, എന്നാലും ഇങ്ങനെ മസാല പുരട്ടി മാറ്റി വെക്കണേ. ഇനി 1 കപ്പ് ബാസ്മതി റൈസിലെ ആദ്യം ഒന്ന് കഴുകിയെടുക്കുക. 2-3 വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ വേവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് ബസ്മതി റൈസിന് 2 കപ്പ് വെള്ളം ഇതിൽ തന്നെ സോക്ക് ചെയ്താൽ മതി. ഒരു 10-15 മിനിറ്റ് മാത്രം കുതിർത്ത് വെച്ചാൽ മതിയേ. ഇനിയിപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. അത് കുതിർത്ത് വെച്ചിട്ട് ഈ മസാല ഒന്ന് വാട്ടി കഴിയുമ്പോഴത്തേക്ക് ടൈം ആവട്ടാ, അത്രയും സമയം മാത്രം മതി. കുക്കറിലേക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതൊരു ചെറിയ പീസ്, കുറച്ച് മാത്രം മതിയേ. എന്നിട്ട് ഇതിലേക്ക് ഉള്ളിയിടുക. ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തതിന്, സവാള, അത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കുന്നതാണെങ്കിൽ അവർക്ക് ഉള്ളിയൊന്നും ഇടയ്ക്ക് കടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നല്ലോണം വാട്ടണേ. ഉള്ളി ഇടയ്ക്ക് കാണുന്ന പോലും ഇഷ്ടമല്ലെങ്കിൽ നല്ലോണം വാട്ടി കൊടുക്കണേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി ചതച്ചതാണ് ഞാനിട്ട്. എന്നിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി കുറച്ച് അധികം വേണേ. ഇപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുത്തോ. നല്ല വലിയ തക്കാളി ആണെങ്കിൽ മാത്രം 1 എടുക്കാം. ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തത്. ഇനിയിപ്പോൾ ഇത് വല്ലാണ്ടങ്ങ് ഉടയാനൊന്നും നിൽക്കണ്ട. തക്കാളി ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ മസാല ഉണ്ടെങ്കിലെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തേട്ടാ. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഞാൻ കീറാണ്ടാണ് ഇട്ട് കൊടുത്തത്. കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത് കീറിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച വെള്ളത്തോടു കൂടി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചധികം മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണേ. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് സോയ ചങ്ക്സിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് എന്തായാലും വേണ്ടവരും അരിയിലോട്ടും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇപ്പം തന്നെ അടച്ച് വെക്കാം കേട്ടോ. തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചാൽ മതി. ഒരൊറ്റ വിസിൽ വരുന്നവരെ മാത്രം വെയിറ്റ് ചെയ്യുക. തീ കൂട്ടി വെക്കറ്, കരിഞ്ഞു പോവും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ വിസിൽ മൊത്തം പോകുന്നവരെ, അതിൻ്റെ പ്രഷർ മൊത്തം പോകുന്നവരെ ഓപ്പൺ ചെയ്യാണ്ട് വെക്കുക. പ്രഷർ മൊത്തം പോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. ഒരൊറ്റ വിസിൽ മാത്രം മതി. പക്ഷേ വിസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ മൊത്തം പോകുന്നവരെ ഒരു 15-20 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വെക്കണം. എന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റൈസ് കുക്കാവുകയും ചെയ്യും, അടിക്ക് പിടിക്കുകയും ചെയ്യില്ല, റൈസ് ഒന്നും ഉടഞ്ഞു പോവുകയും ചെയ്യില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്.
ഇതിപ്പോൾ ടിഫിൻ ബോക്സിലല്ലെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ഒരു പുലാവെല്ലാം വേണമെന്നുണ്ടെങ്കിൽ മീനും മുട്ടയും ഒന്നും ഇല്ലാണ്ട് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയാണ് കേട്ടോ. സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുമല്ലോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് റെസിപ്പി നമ്മളൊരു റൈസ് നൂഡിൽസാണ്. ഇത് നമ്മൾ നൂൽപുട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബാക്കി വന്ന നൂൽപുട്ടെല്ലാം വെച്ചിട്ട് ഇത് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഞാനിപ്പോൾ ഇല്ലേ ഒരു 4 നൂൽപുട്ട് എടുത്തിന്. അധികം തടിയൊന്നും ഇല്ലാത്ത തിന്നായിട്ടുള്ള നൂൽപുട്ടാണ് ഇതിലേക്ക് ഏറ്റവും നല്ല. പിന്നെ ഇല്ലേ ഇനിയിപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നൂൽപുട്ട് ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല, അത്രയ്ക്കും ടേസ്റ്റുമാണ്, നല്ല സിമ്പിളുമാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഈ റെസിപ്പി കുട്ടികൾക്കാണ് ഒന്നും കൂടി ഇഷ്ടമാവുക. നൂഡിൽസെല്ലാം ഇഷ്ടമുള്ള കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 3 മാത്രം ഇങ്ങനെ കുറച്ച് നീളത്തിൽ കീറിയെടുക്കുക. നമ്മളെ നൂഡിൽസിൻ്റെ എല്ലാം പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ടാക്കറ്, കുറച്ച് നീളത്തിൽ വലിച്ച് കീറി വെക്കുക. ഞാൻ 4 യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലേ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണെല്ലാം മതിയാവും. പിന്നെ കുറച്ച് മാത്രം, ഇതിപ്പോൾ ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നല്ല തീയിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഉടയൊന്നും വേണ്ട, ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പില്ലേ അത് 1 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഇതെല്ലാം നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. പിന്നെ സോയ സോസും ഞാൻ രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. സോയ സോസിൽ ഉപ്പുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് കുറച്ച് മാത്രമേ ഇട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് ഒന്ന് മാറ്റി വെക്കുക. പിന്നെ ഇതിൽ വേവിച്ച ചിക്കനില്ലേ അതുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സോസേജ് ഇടുക. അതെല്ലാം നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ മുട്ടയും നമുക്ക് എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കുക. ഞാനതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരൊറ്റ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന്. മുട്ടയിൽ പിന്നെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, എല്ലാം കൂടിപ്പോവും. മുട്ടയിൽ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ മുട്ട ഒന്ന് വെന്ത് കഴിഞ്ഞാലില്ലേ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ നൂൽപുട്ട് കൊടുക്കുക. ഞാൻ ബാക്കി വന്ന ഒന്നും കൂടി ഇട്ട് കൊടുത്തേനെ കേട്ടോ. പിന്നെ ഈലോട്ട് മാത്രമായിട്ട് നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ ഒന്നുകൂടി നല്ല നൂഡിൽസ് പോലെ തന്നെ ഉണ്ടാവും പെർഫെക്റ്റായിട്ട്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് ടേസ്റ്റെല്ലാം നോക്കി സോസോ അല്ലെങ്കിൽ സോയ സോസോ ടൊമാറ്റോ കെച്ചപ്പോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എപ്പോഴും നൂൽപുട്ടും കറിയും ട്രൈ ചെയ്യാണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല രസമുണ്ടാവും. ചിക്കനെല്ലാം കൂടി ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിട്ടാലോ അങ്ങനെയെല്ലാം ഇട്ടാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് റെസിപ്പി. ഇനിയിപ്പോൾ നമുക്ക് തേർഡ് റെസിപ്പി നോക്കാം. ഇത് ഒരു ഭയങ്കര സിമ്പിളും നല്ല ടേസ്റ്റും ഉള്ളൊരു പാസ്ത അല്ലെങ്കിൽ മക്രോണി റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് മക്രോണി അല്ലെങ്കിൽ പാസ്ത അല്ലെങ്കിൽ ഏത് ഷേപ്പിലുള്ള ഐറ്റംസും എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ചധികം വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മക്രോണിയാണ് എടുക്കുന്നത്. ഞാൻ അധികം സൈസില്ലാത്ത കുഞ്ഞു മക്രോണിയാണ് എടുത്തത്. അപ്പോൾ ഇതാദ്യം ഒന്ന് വേവിച്ച് വെക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനെല്ലാം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് 6 to 10 മിനിറ്റെല്ലാം എടുക്കും. ചിലത് കൂടുതൽ സമയം എടുക്കും. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. വെന്തുടഞ്ഞു പോകാണ്ട് നിന്നാൽ മതി. അപ്പോൾ അതാണ് വേവുന്ന സമയം കൊണ്ട് വേറൊരു പാനിൽ കുറച്ച് ഓയിൽ പിന്നെ കുറച്ച് ബട്ടർ, 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഇട്ടിട്ട് എല്ലില്ലാത്ത ചിക്കൻ പീസസ് ഇല്ലേ അത് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഈ ചിക്കൻ പീസസ് എത്രത്തോളം വേണമെന്നുള്ള നമ്മൾ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ഇത്ര കറക്റ്റ് അളവൊന്നും ഇല്ല കാര്യമായിട്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ബട്ടർ നിർബന്ധമാണ് ഈ റെസിപ്പിയിൽ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഈ സമയം കൊണ്ട് ഒരു 10 മിനിറ്റ് ഓളം ആയിട്ടുണ്ടാവും. നമ്മളെ മക്രോണി കറക്റ്റ് വെന്ത് വന്നന്. ഓവറായിട്ട് കുക്കാവാൻ പാടില്ല, അങ്ങനെ ആകുമ്പോൾ മിക്സ് ആകുമ്പോൾ ഉടഞ്ഞു പോകും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വാർത്ത് വെക്കാം. ഒന്ന് വാർത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചാൽ മതി കേട്ടോ, എന്നാൽ ഒട്ടിപ്പിടിക്കൂല. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ ചിക്കൻ വെന്ത് വന്നന്. ഇനിയിപ്പോൾ ഈ ചിക്കൻ ഈ പാനിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ആ സെയിം പാനിലോട്ട് അതിൽ അത്യാവശ്യം ബട്ടർ ഉണ്ട് കേട്ടോ, ബട്ടറും ഓയിലെല്ലാം ഉണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ ഒഴിക്കേണ്ട വന്നിട്ടില്ല. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക.
ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ള, പക്ഷെങ്കിൽ ഇതൊന്ന് വെന്ത് വരണം. ഉടയൊന്നും വേണ്ട, എന്നാലും ആ ഒരു ബട്ടറിലും ഓയിലും കിടന്നിട്ട് ഒന്ന് കുക്കാവണം കേട്ടോ. അതുകൊണ്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ മെല്ലെ ഒന്ന് ഉടഞ്ഞ് വരും, എന്താ പറയുക, ഒന്ന് കുക്കായി വരും, നല്ലൊരു സ്മെല്ലെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇനി നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണേ. പിന്നെ ഇല്ലേ, ഞാൻ കുറേ പാസ്ത റെസിപ്പീസ് മുന്നേ ഷെയർ ആക്കിയിരുന്നു. പിന്നെ ഈ ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന പാസ്ത റെസിപ്പി ചെയ്യണേന്ന് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഇല്ലേ, ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ പാനിലോട്ട് തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ ഒരു മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേനെ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി 1 ടീസ്പൂണേ വേണ്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാൽ മതി. ഞാൻ പിന്നെ ഓവർ സ്പൈസി ആക്കുന്നില്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട, ഇതൊന്ന് തിളച്ച് വരില്ലേ, മുളക് പൊടിൻ്റെ ആ ഒരു റോ ടേസ്റ്റെല്ലാം മാറുന്ന സമയത്ത് കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ നാട്ടിൽ ഫ്രഷ് ക്രീമാണ് നല്ലോണം അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലേ, അമൂലിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രഷ് ക്രീം യൂസ് ആക്കിയാൽ മതി. അതൊരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കുക. അതും നമുക്ക് എത്രത്തോളം വേണോ ഗ്രേവി വേണ്ടുന്നതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കസൂരി മേത്തിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ് അതിട്ടാൽ മതി. ഇറ്റാലിയൻ സ്പൈസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതിടാം. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കസൂരി മേത്തി ഇട്ട് ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കനും കൂടി ഇട്ട് വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇട്ട് കൊടുക്കുക. മൊത്തത്തിലൊന്ന് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ടില്ലേ ചീസ് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കേണ്ട നിർബന്ധമൊന്നുമില്ല. കാര്യം നമ്മൾ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നല്ല ക്രീമി ആയിരിക്കും. പിന്നെ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്തിന്, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതില്ലേ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ആൽഫ്രഡോ പാസ്തയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇത് ഇഷ്ടപ്പെടും. കാര്യം ഇത് കുറച്ചും കൂടി ആ ഒരു തക്കാളിയും എല്ലാം അരച്ചുകൊണ്ടില്ലേ നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കി നിങ്ങൾ. പിന്നെ ഇല്ലേ ഞാൻ ഇതിലോട്ട് ഒരൊറ്റ പീസ് സ്ലൈസ്ഡ് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ക്രീമി ആവും. സ്ലൈസ്ഡ് ചീസ് അല്ലെങ്കിൽ മോസറല്ല ചീസ് ഇടാം, നമ്മൾ ഇഷ്ടം പോലെ ഇടാം കേട്ടോ. അപ്പോൾ ഇല്ലേ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇന്നെന്താ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ടിഫിനിൽ എന്നാ കൊടുത്തയക്കുക എന്നുള്ള കൺഫ്യൂഷൻ കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാര്യം സെയിം ഐറ്റം തന്നെ കൊടുക്കുമ്പോൾ കഴിക്കുന്ന ആൾക്കും ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മൾക്കും ഒരു മടുപ്പായിരിക്കും. പിന്നെ ഇതൊന്നും അത്ര വലിയ കഷ്ടപ്പാടില്ലാത്ത, ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കുന്ന ഐറ്റംസ് ഒന്നുമല്ല. നല്ല സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ, രാവിലെ എല്ലാം വേഗം ഉണ്ടാക്കാൻ, ഏത് തിരക്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.